നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ അധ്യായം അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള അധ്യായമാണ്. മക്കളെ സ്നേഹിക്കുന്ന, മക്കൾക്ക് ദീർഘായുസ് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, മക്കളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ് ജീവിതം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരമ്മയും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ അമ്മമാരും എല്ലാവരും ഞാൻ ഈ പറയുന്നതിൽ 2 കാര്യം നിങ്ങളുടെ വീട്ടിൽ ചെയ്യണേ. എല്ലാം ചെയ്യാൻ പറ്റണമെന്നില്ല. 2 കാര്യം, നിങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള 2 കാര്യം വീട്ടിൽ ചെയ്യണേ. നിങ്ങളുടെ മക്കൾക്ക് സർവ്വ ആയുരാരോഗ്യ സൗഖ്യവും ദീർഘായുസ്സും കിട്ടും. അവരുടെ ജീവിതത്തിൽ എല്ലാ ഉയർച്ചയും വന്നു ചേരുന്നതായിരിക്കും. സാക്ഷാൽ മഹാലക്ഷ്മി തന്നെ ആ അമ്മയിലൂടെ വന്ന് ആ മക്കൾക്ക് സകല ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ. എൻ്റെ അമ്മ പൊന്നമ്മ മഹാലക്ഷ്മി സർവശക്ത പൊന്നുതമ്പുരാട്ടി പറഞ്ഞതായിട്ട് ഞാനിതിനെ കണക്കാക്കുന്നു. എല്ലാവരും ഞാൻ ഈ പറയുന്നതിൽ 2 കാര്യം ചെയ്യുക, നന്നായി വരുന്നതായിരിക്കും. കാര്യം മനസ്സിലാക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മക്കളുടെ പിറന്നാൾ ദിവസം അല്ലെങ്കിൽ മക്കളുടെ പക്കപ്പിറന്നാൾ ദിവസം. എന്താണ് പക്കപ്പിറന്നാൾ അല്ലെങ്കിൽ മാസപ്പിറന്നാൾ എന്നൊക്കെ പറയുന്നത്? ഓരോ മാസവും മക്കളുടെ പിറന്നാൾ വരുമല്ലോ. ഉദാഹരണത്തിന് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച മകനോ മകളോ ആണുള്ളത് എന്നുണ്ടെങ്കിൽ ആ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ മാസപ്പിറന്നാൾ ഓരോ മാസവും ആയില്യം നക്ഷത്രം എന്നാണോ വരുന്നത് ആ ദിവസമോ, അല്ലെങ്കിൽ അവർ പിറന്നാളുണ്ടല്ലോ, അവർ ജനിച്ച പിറന്നാൾ ദിവസം, ആ പിറന്നാൾ ദിവസമോ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ പോയി, അല്ലെങ്കിൽ ശിവക്ഷേത്രം ആയാലും മതി, പോയിട്ട് ഭഗവാന് ആയുർ സൂക്ത പുഷ്പാഞ്ജലി നടത്തുക. ആയുർ സൂക്ത പുഷ്പാഞ്ജലി നടത്തി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇനി അമ്മമാർക്ക് പോകാൻ പറ്റിയില്ല, ആരോഗ്യസ്ഥിതി അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ അന്യനാട്ടിലാണ്, പോകാൻ സാധിക്കാത്ത അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ അമ്പലത്തിൽ വിളിച്ചു പറഞ്ഞ് രസീതാക്കി കാശടച്ചാലും മതി. ആ ദിവസം അമ്മമാര് മക്കളുടെ പേരും നാളും പറഞ്ഞുകൊടുത്ത് ഈ ആയുർ സൂക്ത പുഷ്പാഞ്ജലി നടത്തിക്കഴിഞ്ഞാൽ മക്കൾക്ക് ദീർഘായുസ് ലഭിക്കും. അസുഖങ്ങളും അപകടങ്ങളും അവരുടെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കും. ഭഗവാന്റെ ഒരു കവചത്തിനുള്ളിലായിരിക്കും ഈ മക്കൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആയുർ സൂക്തം മക്കളുടെ പിറന്നാൾ ദിവസം അല്ലെങ്കിൽ പക്കപ്പിറന്നാൾ ദിവസം വീട്ടിനടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ നടത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഏറ്റവും ഐശ്വര്യമാണ്. ഇതിനേക്കാൾ നല്ല ഒരു കാര്യം ഒരമ്മയ്ക്ക് തൻ്റെ മകനോട് അല്ലെങ്കിൽ തൻ്റെ മകളോട് ചെയ്യാനില്ല എന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മാസത്തിൽ ഒരു ദിവസം, എല്ലാ മാസവും മാസത്തിൽ ഒരു ദിവസം ഞാൻ ഈ പറയുന്ന വസ്തുക്കൾ നിങ്ങൾ കയ്യിലെടുത്തിട്ട് നിങ്ങളുടെ മക്കളെ അടുത്ത് നിർത്തിക്കൊണ്ട് ഒന്ന് തലയ്ക്കൊഴിഞ്ഞ്, അടിമുടി ഒന്ന് തല മുതൽ പാദം വരെ, ഉച്ചി മുതൽ പാദം വരെ ഒന്ന് ഒഴിഞ്ഞ് തീയിലിട്ട് കത്തിക്കണേ. വേറെ ഒന്നും കൊണ്ടല്ല, അമ്മമാരിത് ചെയ്തു കഴിഞ്ഞാൽ സകല ദോഷങ്ങളും അവർ പോകുന്നിടത്തും വരുന്ന വഴികളിലും അവരിടപെടുന്ന കാര്യങ്ങളിലും ഒക്കെ അവർ കേൾക്കാൻ സാധ്യതയുള്ള സകല ദോഷങ്ങളും എരിഞ്ഞടങ്ങും. ഒരു ദോഷങ്ങളും ഇല്ലാതെ കുഞ്ഞുങ്ങൾ, അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 5 വയസ്സുള്ള മകനായാലും 50 വയസ്സുള്ള കുട്ടിയായാലും ആരാണ് എന്നുണ്ടെങ്കിലും അമ്മയ്ക്ക് തൻ്റെ മകനാണ് അല്ലെങ്കിൽ മകളാണ്, ആ ദോഷം സകലതും ആ അമ്മയിലൂടെ അത് എരിഞ്ഞടങ്ങി ദോഷമില്ലാതാകുന്നതായിരിക്കും. വസ്തുക്കളെന്ന് പറയുന്നത് കുറച്ച് കല്ലുപ്പ്, കുറച്ച് വറ്റൽമുളക്, കുറച്ച് കടുക്, ഇത് 3ഉം കയ്യിലെടുത്തിട്ട് മക്കളെ അടുത്ത് വിളിച്ചിട്ട് അവരിട്ടിരിക്കുന്ന വസ്ത്രത്തിൽ നിന്ന് ഒരു ചെറിയ നൂല് കഷ്ണം കൂടി ഇളക്കിയെടുത്ത് ഇത് 4ഉം കൂടെ ചേർത്ത് കയ്യിൽ മുറുക്ക പിടിച്ചുകൊണ്ട് ഓം രക്തായേ നമ, ഇങ്ങനെയാണ് ഓം രക്തായേ നമ എന്ന് ചൊല്ലിക്കൊണ്ട് മക്കളെ അടിമുടി ഒഴിയുക. അടിമുടി ഒരു 3 തവണ ഒഴിയുക. ഒഴിഞ്ഞിട്ട് അത് കൊണ്ടുപോയി ഭംഗിയായിട്ട് ആ തീയിലിട്ട് കത്തിക്കുക. അടുപ്പിലോ അല്ലെങ്കിൽ തീ കൂട്ടിയോ അല്ലെ അതിന് മാത്രമായിട്ട് തീ കൂട്ടിയോ അതിലിട്ട് കത്തിക്കുക. ഇത് മാസത്തിൽ ഒരു ദിവസം ചെയ്യണം. ചെയ്യാൻ ഏറ്റവും നല്ലത് ശനിയാഴ്ച ദിവസമാണ് കേട്ടോ. മാസത്തിൽ ഒരു ശനിയാഴ്ച ഒന്ന് കലണ്ടറിലോ മനസ്സിലോ റിമൈൻഡർ ആയിട്ടോ ഒന്ന്
കുറിച്ചിട്ടിട്ട് എല്ലാ മാസവും ഇതൊന്ന് ചെയ്തു നോക്കിക്കേ. മക്കൾക്ക് അടിക്കടി വരുന്ന അസുഖങ്ങൾ, മക്കളുടെ വയ്യായ്മകൾ, അവർ കേൾക്കുന്ന ദോഷങ്ങൾ, ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ, പോകുന്ന വഴിക്കുണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങൾ, ഇതെല്ലാം മാറി നിൽക്കും. മക്കൾക്ക് ഏറ്റവും നല്ലതാണ്. മാസത്തിൽ ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. മക്കൾ അടുത്തില്ലാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ മക്കളുടെ ഏതെങ്കിലും ഒരു വസ്ത്രം ഉണ്ടല്ലോ, അവരുടെ ഒരു ഉടുപ്പോ അല്ലെങ്കിൽ അവരുടെ ഒരു ഷർട്ടോ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒരിടത്ത് വെച്ചിട്ട് പ്രതീകാത്മകമായിട്ട് മക്കളെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ആ വസ്ത്രത്തെ അടിമുടി ഒഴിഞ്ഞാലും മതി എന്നുള്ളതാണ്. അങ്ങനെ ചെയ്താൽ മതി. മക്കൾ ചിലപ്പം വിദേശത്തായിരിക്കും, അന്യനാട്ടിലായിരിക്കും, കുഞ്ഞുങ്ങളൊക്കെ ജോലിയും അവരുടെ ജീവിത കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലായിരിക്കും. അപ്പം അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്താലും മതി. ഓം രക്തായേ നമ എന്ന് പറഞ്ഞുകൊണ്ട് ഈ 4 വസ്തുക്കൾ ഉപയോഗിച്ച് ഒഴിയുക എന്നുള്ളത് മാസത്തിലെ ഏതെങ്കിലും ഒരു ശനിയാഴ്ച കണക്ക് വെച്ച്, അവസാനത്തെ ശനിയാഴ്ചയോ ആദ്യത്തെ ശനിയാഴ്ചയോ അല്ലെ സൗകര്യാർത്ഥം വരുന്ന ശനിയാഴ്ചയോ ഏതെങ്കിലും ഒരു ശനിയാഴ്ച കണക്ക് വെച്ച് ഇത് ചെയ്യുക ഏറ്റവും ഉചിതമാണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാ അമ്മമാരോടും ഉള്ള ഒരു അപേക്ഷയാണ്. നിങ്ങളുടെ മക്കളുടെ ഉയർച്ച നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂലയ്ക്ക്, കന്നിമൂല എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറേ മൂലയാണ്, ആ കന്നിമൂലയ്ക്ക് ഒരു മൂട അരൂത നട്ടു വളർത്തുക. നമ്മുടെ ഒക്കെ നഴ്സറി വാങ്ങാൻ കിട്ടും. ഒരു ഔഷധ ചെടിയാണ് അരൂത എന്ന് പറയുന്നത്, ചോദിച്ചാൽ കിട്ടും. അരൂതയുടെ ഒരു തൈ വാങ്ങിക്കൊണ്ടുവന്ന് നമ്മളുടെ വീടിൻ്റെ കന്നിമൂലയ്ക്ക് നട്ടു വളർത്തുക. ആ ചെടി വളരുന്നതിനോടൊപ്പം മക്കളുടെ ജീവിതത്തിലും ഉയർച്ച വരും. അതിനെ ഒരു കുഞ്ഞിനെ പരിപാലിക്കുന്ന പോലെ പരിപാലിക്കുക. എല്ലാ രീതിയിലുള്ള ഉയർച്ചയും കുടുംബത്തിനും കുട്ടിക്കും മക്കൾക്കും കടന്നു വരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ചെയ്യണം. ഇതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ കുടുംബക്ഷേത്രം എവിടെയാണോ, കുടുംബക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്ന സമയത്ത് 1 രൂപ നാണയം മക്കളുടെ തലയ്ക്ക് ഒഴിഞ്ഞു കൊണ്ടുപോയി ആ കുടുംബക്ഷേത്രത്തിലെ കാണിക്കയിൽ സമർപ്പിച്ച് മക്കൾക്ക് വേണ്ടി അമ്മമാർ പ്രാർത്ഥിക്കണം കേട്ടോ. അമ്മ വഴിക്കാണ് സാധാരണ കുടുംബക്ഷേത്രം കണക്കാക്കുന്നത്. ആ രീതിയിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ആ അമ്പലത്തിൽ, കുടുംബക്ഷേത്രത്തിൽ അമ്മ തന്നെ പോകുന്ന സമയത്ത് മക്കളുടെ തലയ്ക്കൊഴിഞ്ഞ് 1 രൂപ നാണയം വാങ്ങിക്കൊണ്ടുപോയി ആ കുടുംബക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിൽ അല്ലെങ്കിൽ കാണിക്ക വഞ്ചിയിലിട്ട് അമ്മമാർ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവിടുത്തെ ദേവിയോ ദേവനോ ഏതോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ആ മക്കൾക്ക് വേണ്ടി 1 രൂപ നാണയം തലയ്ക്കൊഴിഞ്ഞ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇതെല്ലാ മാസവും ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി ഇതെല്ലാ മാസവും ചെയ്യാൻ പറ്റത്തില്ല, കുടുംബക്ഷേത്രം ദൂരെയാണ്, ഇനി കുടുംബക്ഷേത്രം അറിയില്ല, അങ്ങനെയും ചിലരുണ്ട്. കുടുംബക്ഷേത്രം അറിയില്ല തിരുമേനി എന്ന് പറയാറുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാ മാസവും കുടുംബക്ഷേത്രത്തിൽ പോകാൻ പറ്റില്ല, അത് ഒരുപാട് ദൂരെയാണ്, അല്ലെങ്കിൽ വലിയ യാത്ര ചെയ്യേണ്ടി വരും, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ട്, കുടുംബക്ഷേത്രം അറിയില്ല, ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിനടുത്ത് ഭദ്രകാളി ക്ഷേത്രം ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഭദ്രകാളി ലോകമാതാവാണ്, നമ്മളുടെ എല്ലാ അമ്മയാണ്. അപ്പോൾ ആ ഭദ്രകാളി മാതാവിൻ്റെ അമ്പലത്തിൽ പോയി, ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ഇതുപോലെ ചെയ്താലും മതി. 1 രൂപ നാണയം എല്ലാ മാസവും, അത് 1-ാം തീയതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം, വെള്ളിയാഴ്ചയൊക്കെ കെങ്കേമമാണ്, അപ്പോൾ ഒരു രൂപ നാണയം അവരുടെ തലയ്ക്കൊഴിഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോയി എല്ലാ മാസവും ഭദ്രകാളി അമ്പലത്തിൽ കൊണ്ടുപോയി അത് കാണിക്കയായിട്ടിട്ട് ഭഗവതിയെ അടുത്ത് പ്രാർത്ഥിക്കുക. അമ്മ ഇറങ്ങി വന്ന് മക്കൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തരും. ഇത് ചെയ്യുന്ന അമ്മമാരെ ഒരുപാട് പേരെ എനിക്കറിയാം. അതിൻ്റേതായ ഉയർച്ച അവരുടെയും കുഞ്ഞുങ്ങളുടെയും ജീവിതത്തിൽ കാണാനുമുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരു മാസത്തിലെ അമാവാസി എന്നാണെന്ന് നിങ്ങൾ കലണ്ടറിൽ നോക്കി വെക്കുക. ആ അമാവാസി ദിവസം കുറച്ച് എള്ള് നിങ്ങൾ വാങ്ങി വീട്ടിൽ വെച്ചേക്കുക. നേരത്തെ തന്നെ കുറച്ച് എള്ള് വാങ്ങി വീട്ടിൽ വെച്ചേക്കുക. എള്ള് വാങ്ങി വെച്ചിട്ട് ഈ അമാവാസി വരുന്നത് എന്നാണ് എന്ന് നോക്കിയിട്ട് ആ അമാവാസി ദിവസം ആ എള്ള് ഒരു പിടി, ആ എള്ള് വാങ്ങി വെച്ചിരിക്കുന്നതിൽ നിന്ന് ഒരു പിടി എടുത്ത് കുറച്ച് ചോറിൽ അത് കലർത്തിയിട്ട് കാക്കയ്ക്ക് ആഹാരമായിട്ട് നൽകുക എന്നുള്ളതാണ്. ഉരുളയൊന്നും ഉരുട്ടി നൽകണ്ട. ഒരു ചെറിയ പാത്രത്തിൽ ചോറ് വെന്തിറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പം ഒരു പാത്രത്തിൽ കുറച്ച് ചോറിട്ട് ആ ചോറിലേക്ക് ഈ വാങ്ങി വെച്ചിരിക്കുന്ന ഈ എള്ള് വേറെ ഒന്നിനും ഉപയോഗിക്കരുത്, ഇതിനു വേണ്ടി മാത്രമായിട്ട് വെച്ചേക്കുക. ആ എള്ള് വാങ്ങി വെച്ചിരിക്കുന്ന എടുത്ത് ആ ചോറിൽ ഒരല്പം കലർത്തിയിട്ട് അത് കാക്കയ്ക്ക് കൊടുക്കുക. പിതൃപ്രീതിക്ക് ഏറ്റവും ഉത്തമമാണിത് എന്ന് പറയുന്നത്. പിതൃപ്രീതി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം കിട്ടുന്ന ആർക്കാ? ഇളമുറക്കാർക്കാണ്. അതായത് വീട്ടിലെ മക്കൾ, കൊച്ചുമക്കൾക്കാണ്
അതിൻ്റെ ഐശ്വര്യവും സമൃദ്ധിയും പിതൃക്കളുടെ അനുഗ്രഹവും കിട്ടുന്നത്. പിതൃക്കളുടെ അനുഗ്രഹം കിട്ടിയ എന്താ ഗുണം? വെച്ചടി ആയിരിക്കും ഉയർച്ച. പിതൃദോഷമൊക്കെ കിടക്കുന്നവർ ജീവിതത്തിൽ കിടന്ന് നരകിക്കുന്ന കണ്ടിട്ടില്ലേ? പക്ഷെ ആ പിതൃദോഷം മാറിക്കഴിഞ്ഞാൽ എന്താ? വെച്ചടി പെട്ടെന്നായിരിക്കും വളർച്ചയും ഉയർച്ചയും കിട്ടുന്നത്. അപ്പം മക്കൾക്ക് നല്ല ഉയർച്ച ഉണ്ടാകാൻ, പിതൃപ്രീതി ഉണ്ടാകാൻ ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മക്കളുടെ ജീവിതത്തിലെ വളരെ നിർണായകമായിട്ടുള്ള ദിവസങ്ങളിൽ, അതായത് ഉദാഹരണത്തിന് അവരൊരു പരീക്ഷ എഴുതാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു ജോലിക്ക് ഇൻ്റർവ്യൂവിനോ അല്ലെങ്കിൽ ജോലിയുടെ കാര്യത്തിനോ വേണ്ടി പോവുകയാണ്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ വളരെ ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള അല്ലെങ്കിൽ നിർണായകമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകാൻ ഇറങ്ങുകയാണ്. അങ്ങനെയുള്ള ദിവസങ്ങളിൽ അമ്മമാർ വീടിൻ്റെ ഉമ്മറത്ത് ഒരു നല്ല നിറകുടം വെക്കണം കേട്ടോ. ഇതെല്ലാ ദിവസവും വെക്കുന്ന അമ്മമാരൊക്കെ ഉണ്ട്, എനിക്കറിയാം, ഏറ്റവും നല്ലത് അതല്ല. ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലാണ് എന്നുണ്ടെങ്കിലും ഒരു നിറകുടം, ഒരു പാത്രത്തിൽ ജലം നിറച്ച് നല്ല ഒരു നിറകുടം വീടിൻ്റെ ഉമ്മറത്ത് വെക്കുക. ഈ പോകാൻ ഇറങ്ങുന്ന മക്കൾ ആ നിറകുടം കണ്ടുകൊണ്ട് പോവുക എന്ന് പറയുന്നത്, അമ്മ ഇത്തരത്തിൽ ചെയ്യുന്നത് ആ മക്കൾക്ക് ഏറ്റവും ഐശ്വര്യം കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു കാര്യവും കൂടെ ചെയ്തു നോക്കാവുന്നതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ എല്ലാ അമ്മമാരോടും പറയാറുള്ള ഒരു കാര്യമാണ്, ദിവസവും നിങ്ങൾ 2 മന്ത്രം ജപിക്കണം കേട്ടോ. മക്കളെയും കൂടെ ഒന്ന് മനസ്സിൽ ഓർത്തുകൊണ്ട് ഈ 2 മന്ത്രങ്ങൾ ജപിക്കണം. 1 മഹാമൃത്യുഞ്ജയ മന്ത്രവും 2 സന്താനഗോപാല മന്ത്രവും. എന്താണ് മഹാമൃത്യുഞ്ജയ മന്ത്രം? ഓം ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഊർവാരുകമിവ ബന്ധന മൃത്യോർമുക്ഷീയ മാമൃതാത്. ഏറ്റവും ഐശ്വര്യമാണ് മഹാമൃത്യുഞ്ജയ മന്ത്രം. മക്കൾക്ക് ദീർഘായുസ്സും ആയുരാരോഗ്യ സൗഖ്യവും കിട്ടാൻ ഏറ്റവും നല്ലത്. രണ്ടാമത്തേത് ദേവകീസുത ഗോവിന്ദ വാസുദേവാ ജഗത്പദേ ദേഹി മേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗത. ഏറ്റവും നല്ലത് സന്താനഗോപാല മന്ത്രം. അമ്മമാരിത് ചൊല്ലിക്കഴിഞ്ഞാൽ മക്കൾക്ക് എല്ലാ ഐശ്വര്യവും കിട്ടുന്നതായിരിക്കും. അപ്പം ഈ 2 മന്ത്രങ്ങൾ നിത്യേന ഒരു തവണ വെച്ച് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് മക്കൾക്ക് എല്ലാ ഐശ്വര്യവും കൊണ്ടുവരുന്നതാണ്. അപ്പം ഞാനിവിടെ ഒരു 6-7 കാര്യങ്ങൾ പറഞ്ഞു. ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും 2 കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ വീട്ടിൽ ചെയ്യണം. മക്കളുടെ ജീവിതം രക്ഷപ്പെടും. സർവ്വ ഐശ്വര്യമായിരിക്കും ഫലം. നന്നായി വരട്ടെ. നന്ദി, നമസ്കാരം.